Dear students, now I wish to discuss a problem related to previous topic. A continuous beam has three spans: AB 6 meter, BC 8 meter, and CD 10 meter. The loading on the span is 60 kilonewton per meter on AB, 50 kilonewton per meter on BC, and 40 kilonewton per meter on CD. If EA is constant, find the fixed end moments and draw the shear force and bending moment diagram. അല്ലേ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിന് ഡിഫറെൻ്റ് ആയിട്ട് ഇതിനകത്ത് മൂന്ന് സ്പാൻ ഉണ്ട്. അതിൽ രണ്ട് സ്പാനുള്ളായിരുന്നു. ഇതിൽ 60 kN per മീറ്ററും 50, 40 ആണ് ലോഡ്. 6 മീറ്ററാണ് സ്പാന്, 8 മീറ്ററാണ് സ്പാന്, 10 മീറ്ററാണ് സ്പാൻ. ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കുക. സെയിം തന്നെയാണ്. ഇത് ഡിവൈഡ് ചെയ്ത് കഷ്ണം മുറിച്ച് ചെയ്താൽ മതി. Solution: as it is 3 span beams, theorem of 3 moments has to be applied first for span AB and BC. കാരണം അവിടെ തന്നെ 3 മൊമെൻറ്റ് കിട്ടും നമുക്ക് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ രണ്ട് സ്പാൻ കൺസിഡർ ചെയ്യും, എ ബിയും ബി സിയും മാത്രം. ആൻഡ് ദെൻ ഫോർ സ്പാൻ ബി സി ആൻഡ് സി ഡി. അങ്ങനെയാണ് ചെയ്യുക. ആദ്യം ഈ പ്രോബ്ലം ഇത്ര മാത്രമാക്കി ചെയ്യും, പിന്നെ ഇതും ആക്കി ചെയ്യും. അപ്പോൾ കിട്ടും ഫോർ സ്പാൻ എ ബി L1 6 meter, W1 60 kN per meter. മാക്സിമം ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം WL²/8 അല്ലേ. അപ്പോൾ 270 kN/meter. A1 2/3 6 270 അല്ലേ. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് 2/3. 6 പറഞ്ഞാൽ സ്പാന്, 270 പറഞ്ഞാൽ അതിൻ്റെ ഈ ഹൈറ്റ് പീക്ക്. അപ്പോൾ അത്രയും മീറ്റർ സ്ക്വയറിന് കിട്ടും നമുക്ക്. പിന്നെ അതിൻ്റെ സെൻട്രോയിഡ് 6/2 കാരണം 3 മീറ്റർ ആണെന്ന് കിട്ടും. അതുപോലെ നമ്മൾ സ്പാൻ ബി സിൻ്റെയും സി ഡിൻ്റെയും കാണും സെയിം. ഇപ്പോൾ വീണ്ടും മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞാൽ അത് വീണ്ടും പറയുന്നില്ല, അതുപോലെ തന്നെ കാണും. എന്നിട്ട് നമ്മൾ ഈ ഫ്രീ ബി എം ഡി ഒക്കെ വരഞ്ഞു വെക്കും. എസ് എഫ് ടി ഇപ്പുറമുള്ള ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമ്മൾ പിന്നീട് അതിൻ്റെ ഈ പോയിന്റിലുള്ള മൊമെൻറ്റ് കിട്ടുന്നതിനനുസരിച്ച് വരയ്ക്കും. ഈ പോയിന്റിലുള്ള പിന്നെ പല ആൾക്കാരും ഈ എസ് എഫ് ടിയും ബി എം ഡിയും വരക്കുന്നതൊക്കെ എപ്പോഴും തെറ്റിച്ചിട്ടാണ് മീൻസ് ഇതിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് വരികയാണെങ്കിൽ അതിൻ്റെ നേരെ ചോടനായിരിക്കണം ഈ 3 സാധനം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്യുക. പല ആൾക്കാരും അത് തെറ്റിച്ചിട്ടാണ് എപ്പോഴും വരക്കുന്നത്. തെറ്റിച്ചിട്ട് മീൻസ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ആ എം എ, എം ബി, എം സി ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ കൺസിഡർ സ്പാൻസ് എ ബി ആൻഡ് ബി സി. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്പാനാക്കി കൺസിഡർ ചെയ്യുക. അപ്ലൈൻ 3 മൊമെൻറ്റ് ഇക്വേഷൻ. നമ്മളെ 3 മൊമെൻറ്റ് ഇക്വേഷൻ എന്താണ്? നമ്മുടെ 3 മൊമെൻറ്റ് ഇക്വേഷൻ ആണ് എം എ ഇൻറ്റു L1 പ്ലസ് 2MB L1 പ്ലസ് L2 പ്ലസ് MC L2 പ്ലസ് 6A1 X1 X ബാർ പൈ L1. അത് കോമൺ ഇക്വേഷനാണ്. ഇതാ ഈ കോമൺ ഇക്വേഷൻ എല്ലാത്തിനും അത് തന്നെ കൊടുക്കേണ്ടി. അതങ്ങ് കൊടുക്കുക. ഇതിൽ എം എ എം ഡിയും 0 ആണ് അല്ലേ. എൻ മൊമെൻ്റ് ആയതുകൊണ്ട് എം എ എം ഡിയും 0. സിൻസ് എ ആൻഡ് ഡി ആർ സിംപ്ലി സപ്പോർട്ടഡ്. എൻഡിലുള്ളതുകൊണ്ട് എം എ എം ഡി 0 ആണ്. ഓക്കെ. അപ്പോൾ എം എ ഈ ഇക്വേഷനിൽ എം എ 0 ആണ്. നമ്മളെ ഇക്വേഷൻ ഇങ്ങനെയാണ്. എം എ ഇൻറ്റു L1 പ്ലസ്, അപ്പോൾ എം എ ഇൻറ്റു 6 പ്ലസ് 2MB L1 പ്ലസ് L2 L1 പ്ലസ് വരുന്ന 6 പ്ലസ് 8 പ്ലസ് MC ഇൻറ്റു 8 MC ഇൻറ്റു L2 ആണ്. പിന്നെ 6A1 അത് അതിൻ്റെ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എം എ 0 ആക്കി കിട്ടും. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. 28MB ഇത് സോൾവ് ചെയ്യുമ്പോൾ 28MB പ്ലസ് 8MC ഈക്വൽ ടു മൈനസ് 9640 എന്ന് കിട്ടും. Now let us theorem of 3 moments to span BC and CD. ഇനി അടുത്ത രണ്ട് സ്പാന് കൊടുക്കുക.
രണ്ട് സ്പാനല്ല, ആദ്യത്തെ സ്പാൻ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിനും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് D0 ആണ് അവിടെ 8 MB 36 MC തന്നെ MBയിലും MC തന്നെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ എന്നിട്ട് 8 MB + 36 MC എന്ന് കൊടുക്കുക. അപ്പോൾ 2 അൺനോണും 2 ഇക്വേഷനും. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യും. only 1 and 2 we get MB = കാൽക്കുലേറ്ററിൽ കൊടുത്താലും മതിയേ, MB MC കിട്ടും. സോൾവ് ചെയ്യുമ്പോഴേ MB MC കിട്ടും. കാൽക്കുലേറ്റർ കൊടുത്താലും മതി, രണ്ട് കൊടുത്താൽ ഡയറക്റ്റായിട്ട് കിട്ടും. only 1 and 2 we get MB and MC. ഇനി നമ്മൾ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ MA MD 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ BMD വരച്ചാൽ മതി. 228 കിട്ടി MB, മറ്റേ 404 ഒന്നും കിട്ടി അല്ലേ. ഇതാ 228, ഇവിടെ 228 മൈനസ് വാല്യൂ ആണ്, ഇവിടെയും 408, പിന്നെ ആ 0ക്ക് പോകും. നേരെ ഇവിടെ പൊന്തണേ, ഇവിടെ പൊന്തണം. ഇനി നമ്മൾ റിയാക്ഷൻ കാണുക, അത്രയും kN/m കിട്ടും. അത്രയും kN/m കിട്ടും. ഇനി റിയാക്ഷൻ കാണാം. റിയാക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ മൊമെൻ്റ് എടുക്കും. ടേക്ക് മൊമെൻ്റ് അബൌട്ട് B ഫോർ സ്പാൻ AB 6 × 6 മൈനസ് 60 × 6 × 3. അതെന്താ, UDL ആണ്. 60 × 6 പറഞ്ഞാൽ സ്പാന്, × 3 പറഞ്ഞാൽ അതിൻ്റെ പകുതിക്ക് പോയിന്റ് ലോഡ് ആക്കാനുള്ള 6/2 ആണ് 3. പിന്നെ +228.86, അതായത് ഈ MB ആണ്. ആ MB മൊമെൻ്റ് കൂടി കൂട്ടിയിട്ട് അപ്പോൾ നമുക്ക് 6 നമുക്ക് 141.86 എന്ന് കിട്ടും. 6 നമുക്ക് 141. അത് നമ്മൾ താഴോട്ടാക്കി വരയ്ക്കും. കണ്ടോ, 141 ഇവിടെ ആക്കി വരയ്ക്കും. ടേക്ക് മൊമെൻ്റ് അബൌട്ട് C ഫോർ സ്പാൻ CD. അബൌട്ട് C സ്പാൻ CD-ക്ക് വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ RD × 10 മൈനസ് CD-ക്ക് വേണ്ടി RD × 10 മൈനസ് 40 × 10 × 5 പ്ലസ് 404.75 പറഞ്ഞാൽ നമ്മളെ MC, അത് MC ആണ്. MC കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് RD കിട്ടും 159. കിട്ടും. ഇനി നമ്മൾ ടേക്ക് മൊമെൻ്റ് അബൌട്ട് C ഫോർ സ്പാൻ AB ആൻഡ് BC. സ്പാൻ ABക്കും BCക്കും നമ്മൾ അബൌട്ട് C ആയിട്ട് നമ്മൾ മൊമെൻ്റ് എടുക്കും. ABക്കും BCക്കും അബൌട്ട് C ആയിട്ട് മൊമെൻ്റ് എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, 6 × 6 + 8 പ്ലസ് RB × 8 × മൈനസ് RB × 8 × മൈനസ് 60 × 6 അല്ലേ. എന്താണ് 60? ആ UDL ആണ്. 60 × 6 അതിനെ × 8 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ PC-ൻ്റെ സ്പാന് പ്ലസ് 6/2 അതിൻ്റെ പകുതിക്ക് വരെയുള്ള അല്ലേ, പോയിന്റ് ലോഡ് ആക്കാൻ വേണ്ടി. മൈനസ് 50 × 8 × 8/2 എന്ന് വരും. കാരണം അടുത്ത UDL-ൻ്റെ ലോഡും പിന്നെ ഈ പോയിന്റ് ലോഡ് ആക്കാനുള്ള 8/2 പ്ലസ് 404 എന്ന് പറഞ്ഞാൽ നമ്മളെ MC ആണ്. അതുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് RB ഉള്ളൊരു ഇക്വേഷൻ കിട്ടും. നമുക്ക് RA നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്.
ആ ആറിൻ്റെ വാല്യൂ ഇതിലാൻ കൊടുക്കുമ്പോൾ നമുക്ക് ആർ ബി കിട്ടും. ആറ് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ ഇതിലാൻ കൊടുക്കുമ്പോൾ ആർ ബി നമുക്ക് 396.15 കിട്ടും. പിന്നെ നമുക്ക് ആർ ഡി കാണാൻ വേണ്ടി ഫുൾ ലോഡ് ആഡ് ചെയ്തിട്ട് ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ സി കിട്ടും. ആർ ഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്, ആർ എൻ്റെ ആർ ഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. ആർ എ കാണാൻ വേണ്ടി ആർ എ ഇൻറ്റു 6 നമ്മൾ ക്ലോക്ക് വൈസ് ഫോമിൽ എടുത്തു. ആർ ഡി കാണാൻ വേണ്ടി ആർ ഡി ഇൻറ്റു 10 ആർ ടി ഇൻറ്റു 10 ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എടുത്തു അല്ലേ, അബൌട്ട് സി എൽ എടുത്ത്. അതാണ് അതിൻ്റെ ഈ റിയാക്ഷൻ താഴോട്ട് വരാൻ കാരണം. അതാണ് നമ്മൾ മൊമെൻ്റ് എടുത്തത് ക്ലോക്ക് വൈസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി പ്ലസ് ആർ ഡി നമുക്കതിൽ ആർ സി മാത്രം ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ എല്ലാ ലോഡും ആഡ് ചെയ്തിട്ട് ആർ സിനായിട്ട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ 60 × 6 പ്ലസ് 50 × 8 പ്ലസ് 40 × 10 1160 മൈനസ് 697 ചെയ്യുമ്പോൾ 462 kN കിട്ടും. എം എ എം ഡി 0 ആണ്. എം ബി മൈനസ് 228 കിട്ടി നമുക്ക്. എം സി മൈനസ് 404 കിട്ടി. ആർ എ കിട്ടി, ആർ ബി കിട്ടി, ആർ സി ഇപ്പോൾ കിട്ടി, ആർ ഡി കിട്ടി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എസ് എഫ് ഡി കൂടിയും വരയ്ക്കുക. 141 ഇത് നമ്മൾ മൊമെൻ്റ് എടുത്തതിൻ്റെ ഇതായതുകൊണ്ടാണ് താഴോട്ട് വരച്ചത്. പിന്നെ നമുക്ക് എത്ര കിട്ടി? ആർ ബി 396. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ എസ് എഫ് ഡി വരയ്ക്കുക. 178 പ്ലസ് 218 396 ആർ ബി. പ്ലസ് 218 60 × 60. അതന്നെ മുമ്പ് പറഞ്ഞ പോലെ ഇത് രണ്ടും ആഡ് ചെയ്താൽ 360 കിട്ടണം. 6 × 60 ആണ് അത് കിട്ടണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മൾ എന്ത് കിട്ടണം? ആർ ബി കിട്ടണം. ആർ ബി എത്ര? 396. അങ്ങനെയാണ് അത് പോകുന്നത്. എന്നിട്ട് സിഗ്സാഗാക്കി ഇങ്ങനെ വരച്ചാൽ മതി. അതുപോലെ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 8 × 50 400 കിട്ടണം. 178 221 178 പ്ലസ് 221 അത് തന്നെ 400 കിട്ടണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 400 കിട്ടണം. എന്താ? 8 × 50 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? നമ്മളെ എം സി ആണ്, അല്ല ആർ സി ആണ്, 462 കിട്ടണം. അങ്ങനെ വരഞ്ഞു പോവുക. ഇതൊന്നും ഒരു ബുക്കിലും ഇല്ല. ഇത് നിങ്ങൾക്ക് ടോസ് 1 പഠിച്ചതാണ്, പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ ഇത് രണ്ടും ആഡ് ചെയ്താൽ റിയാക്ഷൻ കിട്ടണം. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇതിനകത്ത് 3 സ്പാൻ ഉണ്ട്. എ ബി ബി സി. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ
രണ്ട് സ്പാനുള്ളതായിരുന്നു. ഇതിനകത്ത് എ ബി ബി സി സി ഡി ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ സ്പാൻ എ ബി എടുക്കും. L1 6 ആണ്, W1 60 kN/m ആണ്. മാക്സിമം ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം WL²/8 ആണ്. 60 × 6²/8 ആണ്, 270 kN/m കിട്ടും. A1 ഏരിയ പറഞ്ഞാൽ 2/3 BH ആണ്, B പറഞ്ഞാൽ 6 ആണ്, H എന്ന് പറഞ്ഞാൽ 270 ആണ്, കാരണം അതിൻ്റെ ഫ്രീ ബി എമ്മിൻ്റെ ആ പീക്ക്. അങ്ങനെ നമുക്ക് 1080 kN/m² കിട്ടും. പിന്നെ അതിൻ്റെ സെൻട്രോയിഡ് 6/2 3 മീറ്റർ ആണ്. പിന്നെ നമ്മൾ സ്പാൻ ബി സി എടുക്കും. അതിൽ L2 8 മീറ്റർ ആണ്, W2 50 kN/m ആണ്. മാക്സിമം ഫ്രീ ബി എം WL²/8 ചെയ്യുമ്പോൾ 50 × 8² 400 kN/m കിട്ടും. ഏരിയ 2/3 BH ചെയ്യും. അപ്പോൾ 2133.33 kN/m² കിട്ടും. അതുപോലെ സെൻട്രോയിഡ് 8/2 4 മീറ്റർ കിട്ടും. ഇനി അടുത്ത് നമ്മൾ സ്പാൻ സി ഡി എടുക്കുമ്പോൾ അവിടെ L3 ലെങ്ത്ത് 10 മീറ്റർ, ലോഡ് 40 kN/m, മാക്സിമം ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം WL²/8 ആണ്. അപ്പോൾ 500 kN/m കിട്ടും. A3 ഏരിയ 2/3 BH ആണ്, 2/3 ഇത് ബേസ് 10ഉം അതിൻ്റെ ഹൈറ്റ് 500 ആണ്. അപ്പോൾ 3333.33 kN/m² കിട്ടും. ഇതിൻ്റെ സെൻട്രോയിഡ് 5 മീറ്റർ ആണ് കിട്ടും ഫ്രം D അല്ലേ, 10/2. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീ ബി എം വരച്ചിട്ട് നമ്മൾ അതിൻ്റെ BMD വരയ്ക്കും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന അതിൻ്റെ മൊമെൻറ്റ് കാണാം. 3 മൊമെൻറ്റ് ഇക്വേഷനിൽ ഇടും. ആദ്യം രണ്ട് സ്പാനായി കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ പോലെയാവും. അപ്പം എന്നിട്ട് അടുത്ത രണ്ട് സ്പാൻ കൺസിഡർ ചെയ്യും. ഇത് രണ്ട് സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ MA × 6 + 2MB 6 + 8 + MC × 8 + 6A1 x1 bar /L1 + 6 A2 x2 bar /L2 = 0. അതിൽ MA MD 0 ആണ്, കാരണം N മൊമെൻറ്റ്സ് 0 ആണ്. അപ്പോൾ ഇവിടെ MA 0 ആണ്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. 28MB + 8MC = -9640. Now let us apply theorem of 3 moment to span BC and CD. ഇനി അടുത്ത സ്പാൻ നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. only this equation. If it is simply supported point loaded or if it is simply supported UDL, only one equation മൊമെൻറ്റ് കാണാനുള്ളത്. ഇത് വെച്ച് സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് 8MB + 36MC കിട്ടും. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് അൺനോൺ, രണ്ട് ഇക്വേഷൻ. അത് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ നമുക്ക് MB MC കിട്ടും. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് കിട്ടുക. സോൾവിങ് MB ആൻഡ് MC നമുക്ക് MB -228.80 kN/m കിട്ടും. MC -404.75 kN/m കിട്ടും. അത് നമ്മൾ ഇങ്ങനെ ആക്കി വരയ്ക്കും. -228 മോൾക്കാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ ആക്കി വരയ്ക്കും. പറ്റുകയാണെങ്കിൽ ഇതിൽ കോമൺ ആയി വരുന്ന ഈ ഭാഗം ഹാച്ച് ചെയ്ത് വെക്കണേ. ഈ ഫ്രീ ബി എമ്മിലും ഇപ്പോൾ കിട്ടിയ
മൊമെൻ്റ് ഡയഗ്രത്തിലും നിന്നുള്ള ആ കോമണായി വരുന്ന ഭാഗം ഹാച്ച് ചെയ്ത് വെക്കണം. കോമണായി വരുന്ന ഭാഗം ഹാച്ച് ചെയ്തിട്ട് വെക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് MA MB MC MDയും കിട്ടും. റിയാക്ഷൻ മൊമെൻ്റ് എടുത്ത് കാണും. ആദ്യം AB കൺസിഡർ ചെയ്യുക, പിന്നെ CD കൺസിഡർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് RAയും RDയും കിട്ടും. പിന്നെ RB കിട്ടാനും വേണ്ടി ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് C ഫോർ സ്പാൻ AB ആൻഡ് BC. ഇങ്ങനെയല്ലേ കിടക്കുന്നത്? അങ്ങനെയല്ലേ കിടക്കുന്നത്? ഇങ്ങനെ കിടക്കുന്നത്. ആദ്യം ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് C എടുക്കുക ഫോർ സ്പാൻ, ഈ രണ്ട് സ്പാനും കൂടി കൂടിയിട്ടുള്ള ഭാഗത്ത് സ്പീൻസ്. അപ്പോൾ നമുക്ക് RB കിട്ടും. RB കിട്ടി കഴിഞ്ഞാൽ 4 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് വെയിറ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RCയും കിട്ടും. എന്നിട്ട് നമ്മൾ SFT വരയ്ക്കും. SFT വരയ്ക്കാനുള്ള ഞാൻ പറഞ്ഞു തന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 6 × 6 360 കിട്ടണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 8 × 5 400 കിട്ടണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 10 അതും 400 കിട്ടണം. അതുപോലെ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമ്മളെ മൊമെൻ്റ് കിട്ടണം. 228 കിട്ടണം. 228 അല്ല, നമ്മളെ റിയാക്ഷൻ കിട്ടണം. റിയാക്ഷൻ എത്രയാണ്? RBയിൽ 396 കിട്ടണം. ഇവിടെ RCയിൽ എത്ര റിയാക്ഷൻ? 462 കിട്ടണം. 159 ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ആ മൊമെൻ്റ് എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, താഴോട്ട് വന്നത്. പിന്നെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് വരയ്ക്കുക, മുമ്പ് പറഞ്ഞ പോലെ. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. നിങ്ങൾ ഈ പ്രോബ്ലം തന്നെ ഇതിൻ്റെ വാല്യൂ മാറ്റി ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. എനിക്ക് പ്രീവിയസ് മൊഡ്യൂളിലെ പ്രോബ്ലം അതിൻ്റെ വാല്യൂ മാറ്റി ചെയ്ത് നോക്കുക. നമുക്ക് റിവിഷൻ ക്ലാസ് വരുന്നുണ്ട്, അപ്പോൾ ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് സ്റ്റേ സേഫ്.